വന്നത് വാഷിംഗ്ടൺ പോസ്റ്റ്. എന്താണെന്നറിയെങ്കില് നമ്മളെ അദാനി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ, അദാനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ശ്രീ നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ്. ചങ്ങാതി വലിയാണ്, കെണിയിലാണിപ്പോൾ. അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ പല കമ്പനികളും കൂപ്പുകുത്തിയിരിക്കുന്നു, നഷ്ടത്തിലാണ്. വലിയ സാമ്പത്തിക നഷ്ടമാണ് ശ്രീ അദാനിക്കുള്ളത്. അപ്പൊ ചങ്ങാതി സഹായിക്കണ്ടേ? ചങ്ങാതി എങ്ങനെയാ സഹായിക്കുന്നത്? ചങ്ങായി LICയിൽ നിന്ന് 33,000 കോടി രൂപ, എത്രയാ? 33,000 കോടി അദാനിക്ക് സഹായിച്ചു. അദാനിയെ സഹായിച്ചു. വായ്പ കൊടുത്തതല്ല, തെറ്റിദ്ധരിക്കണ്ട. സഹായിക്കുകയാണ് LICയുടെ പണം, എന്നിട്ട് സഹായിക്കുകയാണ്. ലോകത്തെവിടെയെല്ലാം ശ്രീ നരേന്ദ്രമോദി സന്ദർശിച്ചിട്ടുണ്ടോ? അവിടങ്ങളിൽ നിന്നെല്ലാം ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുമായി ഡീലിംഗ്സ് ഉണ്ടായിട്ടുണ്ട് എന്ന് പല മാധ്യമങ്ങളിലും വാർത്ത വന്നു കഴിഞ്ഞു. നോക്കൂ നിങ്ങൾ, ഞങ്ങൾ ഇടതുപക്ഷക്കാർക്ക് ഒരു അഭിപ്രായമുണ്ട്. അതെന്താ? BJPയിൽ നിന്ന് വ്യത്യസ്തമല്ല കോൺഗ്രസ്, കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമല്ല BJP. കാരണം അത് രണ്ടും വലതുപക്ഷ പാർട്ടികളാണ്. അവർ അധികാരത്തിൽ വരുന്നത് എന്തിനാണ്? ജനങ്ങളെ സേവിക്കാനില്ല. പക്ഷേ അവർ നാഴികക്ക് 40 വട്ടം ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും. അധികാരത്തിൽ വന്നാൽ ജനങ്ങളെ വിസ്മരിക്കുന്ന പാർട്ടികളാണ് ഇവ രണ്ടും. BJP എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്? അവർ മതത്തെയും മതവിശ്വാസത്തെയും മുന്നിൽ നിർത്തി. ബാബരി മസ്ജിദ്, രാമജന്മഭൂമിയെ മുന്നിൽ നിർത്തി. അവർ കാശിയിലെ മുസ്ലിങ്ങളുടെ ക്ഷേത്രത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നു. മധുരയിലെ ക്ഷേത്രത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നു. പള്ളി ഞങ്ങളുടേതാണെന്ന് പ്രചരിപ്പിച്ചു. അങ്ങനെ മതവികാരത്തിന് ചൂടുപിടിച്ച് കത്തിച്ചു. അതാണ് രാമജന്മഭൂമി പ്രശ്നം. അതിന്റെ പേരിൽ രാജ്യത്ത് വലിയ ധ്രുവീകരണം ഉണ്ടാക്കി, മതപരമായ ധ്രുവീകരണം. അതാണ് മാർഗം മതവിശ്വാസമാണ്. മുസ്ലിം ലീഗിനെ പോലെ, SDPI പോലെ, ജമാഅത്തെ ഇസ്ലാമിയെ പോലെ മാർഗം മതവിശ്വാസം, ലക്ഷ്യം അധികാരം. ലക്ഷ്യം അധികാരമാണ്. ആളുകളെ എളുപ്പത്തിൽ സംഘടിപ്പിക്കാനുള്ള വിദ്യ മതവിശ്വാസം, ആരാധന, അമ്പലം. പക്ഷേ ഈ കോൺഗ്രസുകാരായ സുഹൃത്തുക്കൾ എങ്ങനെയാണ് ഈ വഴിക്ക് പോകുന്നത്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി, ആദ്യത്തെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു, അദ്ദേഹം ഇങ്ങനെയൊന്നും പോയിരുന്ന ഒരാളല്ല. പിന്നീട് ശ്രീമതി ഇന്ദിരാഗാന്ധി വന്നപ്പോ അവര് പല മാറ്റങ്ങളും കാണിച്ചു തുടങ്ങി. അവര് പല ആളുകളെയും കാലിൽ പോയി കുമ്പിടുന്ന സ്ഥിതി വന്നു. പിന്നീട് വന്ന പ്രധാനമന്ത്രിമാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ വന്നു. രാഹുൽ ഗാന്ധി നിങ്ങൾ നോക്കിയോ? അദ്ദേഹത്തിന്റെ ഫോട്ടോ നോക്കിയോ? അദ്ദേഹത്തിന്റെ ഇടത് കൈയിൽ മുഴുവൻ ചരടുകളാണ്, ചരടുകൾ. കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ് അദ്ദേഹം. മതചിഹ്നങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്തിനാണ്? മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്നത് എന്തിനാണ്? ഞാനൊരു ഹിന്ദുവാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു മതേതര പാർട്ടിയുടെ നേതാവ് അദ്ദേഹം. ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. BJP ഇതിൽ നിന്ന് വ്യത്യസ്തമായ വലിയൊരു വർഗീയ വലതുപക്ഷ പാർട്ടിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് മതനിരപേക്ഷമായ നിലപാട് കോൺഗ്രസ് മുറുകെ പിടിക്കണം. കോൺഗ്രസ് മതേതര നിലപാട് മുറുകെ പിടിക്കുന്നില്ല. ഉദാഹരണം,